ഇനി ഡൽഹിയിലേക്കാണ് ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ രാജ്യ തലസ്ഥാനത്ത് നിന്ന്? ബൽറാം. വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനം ആരംഭിക്കുകയാണ്. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിൽ എത്തുന്നത്. ഇസ്രായേൽ ഉന്നത രാഷ്ട്രീയ നേതാക്കൾ ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ള ഉന്നത നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. കൂടാതെ ഇസ്രായേൽ പാർലമെന്റിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ അവസരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകും. ഇതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിലുള്ള ഇന്ത്യൻ വംശജരുമായും അദ്ദേഹം സംവദിക്കും. ഈ സന്ദർശനത്തിനിടെ തന്നെ നിർണായകമായ ചില കരാറുകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെക്കുന്നുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനം എന്നുള്ളത് പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ഇസ്രായേലിൽ നിന്നും പ്രതിരോധ സംവിധാനങ്ങൾ, പ്രധാനമായും ഡ്രോൺ വേദ സംവിധാനങ്ങളും റോക്കറ്റ് വേദ സംവിധാനങ്ങൾ അടക്കമുള്ളവ വാങ്ങുന്നതിനായുള്ള കരാറുകളിൽ ഈ ഒരു സന്ദർശനത്തിനിടെ ഒപ്പുവെക്കുമെന്നാണ് പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിലെ സാങ്കേതിക മേഖലകളിലും വ്യാവസായിക മേഖലയിലുമുള്ള സഹകരണം സംബന്ധിച്ചുള്ള നിർണായകമായ കരാറുകളിലും ഈ ഒരു സന്ദർശനത്തിനിടെ ഒപ്പുവെക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് 5 സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കെയാണ്. CPIയുടെ നേതൃയോഗങ്ങൾക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കമാവുകയാണ്. ഇന്ന് നാഷണൽ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. പ്രധാനമായും കേരളം, തമിഴ്നാട്, പുതുച്ചേരി, അസം, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് അതിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള മാനദണ്ഡങ്ങൾ, അതിൽ ഇളവുകൾ ആവശ്യമാണോ എന്ന കാര്യത്തിലുള്ള തീരുമാനം, ഇതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകുക തുടങ്ങിയവയാണ് ഈ ഒരു യോഗങ്ങളുടെ പ്രധാന അജണ്ട എന്നുള്ളത്. ഇതോടൊപ്പം തന്നെ US-ഉമായുള്ള വ്യാപാര കരാർ സംബന്ധിച്ച് ഇതിനെതിരായ പ്രതിരോധം ഏത് തരത്തിൽ ശക്തമാക്കണം രാജ്യവ്യാപകമായി എന്നും ഇതിനായുള്ള സമരപരിപാടികൾ ഉൾപ്പെടെയുള്ള കാര്യത്തിലും ഇന്ന് ചേരുന്ന ദേശീയ സെക്രട്ടേറിയറ്റും നാളെ നടക്കുന്ന ദേശീയ എക്സിക്യൂട്ടീവും തീരുമാനമെടുക്കും. ഉന്മേഷ്, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.